ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസൊക്കെ ചെയ്ത് കയറ്റിയതാണ്. നിലവിൽ ജനറൽ സർവീസൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് വലിയ കുറവ്, നല്ല രീതിയിൽ വലിയ കുറവ് കാണുന്നുണ്ടായിരുന്നു. അതും പ്രകാരം നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഓടിച്ചു. വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റ് ഞാൻ സർവീസിന് അയച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമ്മ കിടന്നിരുന്ന ബെൽറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. തന്നെയല്ല അതിൻ്റെ സൈഡിൽ നൂലൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ കേട്ടോ. ഫുള്ള് പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഇതാണ് നമ്മുടെ കിടന്ന ബെൽറ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കമ്പനി ബെൽറ്റ് ഇടാൻ പറയുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. ഇത് വലിയ പഴക്കമുള്ള ബെൽറ്റ് അല്ല ഇത്, പക്ഷേ സംഭവിച്ചാണ് കേസ്. നോക്കിയേ, മൊത്തത്തിൽ പൊട്ടി പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഇപ്പം നിലവിൽ ഇപ്പം നമുക്കൊരു ഡൗട്ട് തോന്നി, നമ്മൾ കുറച്ച് ദൂരം ഓടിച്ചതുകൊണ്ട് കിട്ടിയ കംപ്ലൈൻറ്റാണത്. ഇതല്ലെങ്കിൽ കസ്റ്റമർ ഇത് കൊണ്ടുപോകും, ഇതേപോലെ പോവും, ബെൽറ്റ് പൊട്ടി വഴി പെടുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു ചിലവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ബെൽറ്റിൻ്റെ കേസൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കേസ്. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ പുതിയ ബെൽറ്റാണ്, ഇങ്ങനെ പണി കിട്ടുമെന്നുള്ള കേസ് നമ്മളും വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ബെൽറ്റ് മാറ്റിയിടണം, വേറെ ഓപ്ഷനില്ല. മൊത്തം പൊട്ടി പൊടിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും കേട്ടോ. നമ്മൾ ആക്സിലേറ്റർ കേബിളും ബെൽറ്റൊക്കെ പിന്നത്തേക്ക് മാറ്റിയായിരുന്നേ. ആക്സിലേറ്റർ കേബിൾ, ബെൽറ്റ്, കോൺസെറ്റ്, ഇത്ര ഐറ്റംസ് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചായിരുന്നതാണ്. പക്ഷേ ബെൽറ്റ് ഓൾറെഡി ഇപ്പം തന്നെ പണി കൊടുക്കി, അപ്പോൾ തന്നെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. ബെൽറ്റ് നമ്മൾ മാറ്റി പുതിയ ബെൽറ്റ് ഇടുന്നുണ്ട്. ബെൽറ്റ് വരുമ്പോൾ നമുക്ക് വന്നത് 460 രൂപയാണ് ബെൽറ്റിൻ്റെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് കയറ്റി വീണ്ടും അഴിക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൂടി മാറ്റിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം ഇതിനകത്തേക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് ഏകദേശം നമുക്കൊരു 7 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി എടുക്കാം. 7 മണിയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ.